എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസ് അനാലിസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പേജിലുണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ്. നിയർലി 6 million ട്രീസ് ഡിസപ്പിയർഡ് ഫ്രം ഫാം ലാൻഡ്സ്. അതൊരു സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പം ഇത് GS3 എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ നിങ്ങൾക്കത് അതിൽ കൂടുതലും ഡേറ്റ പോയിൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ന്യൂസാണ് കേട്ടോ. പിന്നെ ആഫ്റ്റർ ദ സിവിൽ വാർ ദ സ്റ്റിഫ്ലിംഗ് ഇംപസ് ഇൻ ശ്രീലങ്ക. ഇത് GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് ശ്രീലങ്കയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ബേസിക്കലി ശ്രീലങ്കയുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. റെയർലി നമുക്ക് ക്വസ്റ്റ്യൻ വൈസ് വരാൻ പറ്റുന്നൊരു സംഭവമാണ്. പക്ഷേ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മുടെ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ബോർഡേഴ്സ് അല്ലെങ്കിൽ ശ്രീലങ്ക ഇന്ത്യ റിലേഷൻസ്, അതൊക്കെ അതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ന്യൂസാണ്. പിന്നെ മാനുഫാക്ചറിങ് ഇൻ ഇന്ത്യ നീഡ്സ് മോർ സഫിസ്റ്റിക്കേഷൻ. അത് ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ ഒരു സ്പീച്ച് ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ആക്ച്വലി നമുക്ക് ഈ ഫൈനാൻസ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, അവരുടെയൊക്കെ സ്പീച്ചസ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ. അപ്പം മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഫൈനാൻസ് മിനിസ്റ്റർ അപ്പോൾ എക്കണോമി ബേസ് ചെയ്ത്, അതായത് GS3 എക്കണോമി മാനുഫാക്ചറിങ് സെക്ടർ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ന്യൂസാണിത്. ഇപ്പോൾ മാനുഫാക്ചറിങ് നമുക്കറിയാം. മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി സെക്ടർ വരുന്ന ഒരു കാര്യമാണ്. അത് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ഒരു എംപ്ലോയ്മെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി പ്രൈമറി സെക്ടറിൽ നിന്ന്, അതായത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് നേരെ നമ്മൾ സർവീസ് സെക്ടറായിട്ടുള്ള അല്ലെങ്കിൽ ടേർഷറി സെക്ടറിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ചെയ്ത ഒരു നേഷനാണ്. അപ്പോൾ നമുക്ക് മാനുഫാക്ചറിങ് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ എൻഡേഞ്ചേർഡ് ഇബേറിയൻ ലിനിക്സ്. ഇതൊരു ക്യാറ്റ് സ്പീഷീസിൽപ്പെട്ട ഒരു ആനിമലാണ്. അപ്പോൾ അത് നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഈ ഒരു ആനിമലിനെ കുറിച്ച് പറഞ്ഞാൽ മതി. അതിൻ്റെ പോപ്പുലേഷൻ ഡബിൾഡ് ആയി എന്നാണ് പറയുന്നത്. GS3 എൻവയോൺമെൻറ്റ് സ്പീഷീസ് ഇൻ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണിത് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ആർട്ടിക്കിൾ നോക്കുകയാണ്. നിയർലി 6 million ട്രീസ് ഡിസപ്പിയർഡ് ഫ്രം ഫാം ലാൻഡ്സ്. അത് സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. അപ്പം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ റീസെൻറ്റ് സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ നേച്ചർ സസ്റ്റൈനബിലിറ്റി ബൈ റിസർച്ചേഴ്സ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പൻഹേഗൻ. അവർ ഹൈലൈറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ട്രെൻഡ് ഓഫ് ട്രീ ലോസ് ആണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ ലാൻഡ്സിൽ ഉണ്ടായിരിക്കുന്നത്. യൂസിങ് സാറ്റലൈറ്റ് ഇമേജറി ആൻഡ് മെഷീൻ ലേണിംഗ് ടെക്നിക്സ്, ദ സ്റ്റഡി എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇന്ത്യ മേ ഹാവ് ലോസ്റ്റ് ക്ലോസ്ലി 5.8 million ഫുള്ളി ഗ്രോൺ ട്രീസ് ഇൻ അഗ്രികൾച്ചർ ഏരിയാസ്. അത് 2019 മുതൽ 2022 മുതൽ വരെ ഏകദേശം 6 ബില്യൺ ട്രീസാണ് നമ്മുടെ അഗ്രികൾച്ചർ ലാൻഡ്സിൽ നമ്മൾ ലോസ് ആയിട്ടുള്ളത്. അഡീഷണലി 11% ഓഫ് ദ ലാർജ് ട്രീസ് ഡിറ്റക്റ്റഡ് വയ സാറ്റലൈറ്റ് ഡ്യൂറിങ് 2010 to 2011 വെയർ നോ ലോങ്ങർ വിസിബിൾ. അപ്പോൾ 2010-ലും 2011-ലും നമ്മൾ നോക്കിയതിൽ ഒരു 11% കുറവുണ്ട് ലാർജ് ട്രീസിൽ. അതുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഇതെന്താണ് നമ്മൾ ഈ ഒരു ന്യൂസ് എടുക്കാൻ കാരണം? ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡേറ്റ ഉണ്ടല്ലോ, അതായത് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഫോറസ്ട്രി ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ, ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഈ ഡേറ്റ എടുക്കാം. അതായത് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പൻഹേഗനിലെ റിസർച്ചേഴ്സ് ആണ് ഇത് കണ്ടുപിടിച്ചേക്കുന്നത്. ഇത്രയും ലോസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് മെയിൻസ് ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നമുക്ക് ആദ്യമേ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ പോയിൻ്റാണിത്. അതായത് 5.8 million ഫുള്ളി ഗ്രോൺ ട്രീസിൻ്റെ ലോസ് ആണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ ലാൻഡ്സിൽ ഉണ്ടായേക്കുന്നത്, അക്കോർഡിംഗ് ടു എ സ്റ്റഡി ബൈ റിസർച്ചേഴ്സ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പൻഹേഗൻ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അതാണ് അതിനകത്തൊരു കോണ്ടെക്സ്റ്റും പിന്നെ നമുക്കുള്ളൊരു ഡേറ്റ പോയിൻറ്റും. അപ്പോൾ ഇതിനകത്ത് കീ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഫോക്കസ് സ്പെസിഫിക്കലി ഓൺ ലാർജ് ട്രീസ് എബോവ് സർട്ടൺ സൈസ് ഇൻ ഇന്ത്യൻ ഫാം ലാൻഡ്സ്. അതായത് ഏകദേശം 5.6% ഓഫ് ദ കൺട്രീസ് ലാൻഡ് ഏരിയയാണ്. ഹോട്ട്സ്പോട്ട്സ് ഓഫ് ട്രീ ലോസ് വെയർ ഐഡൻറ്റിഫൈഡ് ഇൻ എന്താണ് സെൻട്രൽ ഇന്ത്യയിൽ നല്ലപോലെ ലോസ് വന്നിട്ടുണ്ട്. പർട്ടിക്കുലർലി ഇൻ തെലങ്കാന ആൻഡ് മഹാരാഷ്ട്ര, ലൂസിങ് അപ് ടു 50% ഓഫ് ദെയർ ലാർജ് ഫാം ലാൻഡ് ട്രീസ്. അപ്പം ഇൻ സർട്ടൺ റീജിയൻസ് അപ് ടു 22 ട്രീസ് പെർ സ്ക്വയർ കിലോമീറ്റർ വെയർ ഫൗണ്ട് ടു ഹാവ് ഡിസപ്പിയർഡ്. അപ്പോൾ റിസർച്ചേഴ്സ് നോട്ടഡ് ദാറ്റ് the loss estimate were conservative and most of the losses likely occurred between 2018 to 2020. അപ്പോൾ ഫാം ലാൻഡ്സിലെ ട്രീസിൻ്റെ ലോസിനെ കുറിച്ചാണ് ഈ സ്റ്റഡി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താ? ലോസ് ഓഫ് മെച്യൂർ ട്രീസ് ഇൻ അഗ്രികൾച്ചർ ലാൻഡ്സ്കേപ്പ് ഹാവ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്. ആ കോൺസിക്വൻസസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആണ്. റെഡ്യൂസ്ഡ് കാർബൺ സീക്വസ്ട്രേഷൻ, ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ട്, പിന്നെ സോയിൽ ഇറോഷൻ ഉണ്ട്, ഡിസ്റപ്ഷൻ ഓഫ് ലോക്കൽ എക്കോസിസ്റ്റം. സെക്കൻഡ് എന്ന് പറയുന്നത് എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്. പൊട്ടൻഷ്യൽ റിഡക്ഷൻ ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി,
ലോസ് ഓഫ് വാല്യുബിൾ ടിമ്പർ റിസോഴ്സസ്, പിന്നെ ഡിക്രീസ്ഡ് ഇൻകം ഓഫ് ഫാമേഴ്സ്. പിന്നെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഡിമിനിഷ്ഡ് ആക്സസ് ടു ഷെയ്ഡ്, ഫ്യൂവൽ ആൻഡ് അതർ എക്കോസിസ്റ്റം സർവീസസ് പ്രൊവൈഡഡ് ബൈ ട്രീസ് അഫക്റ്റിംഗ് റൂറൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു ആൻസറിൽ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഒരു ലോസ് വന്നപ്പോഴേക്കും ഉള്ള ഇംപ്ലിക്കേഷൻ എന്താണ്, എന്തൊക്കെ ലോസസ് ആണ് നമ്മൾ ആസ് എ സൊസൈറ്റി ഫേസ് ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, അത് നാച്ചുറലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയിലുള്ള ലോസ് വരും. പിന്നെ വൾണറബിൾ വാല്യുബിൾ ടിമ്പർ റിസോഴ്സസ് ലോസ് ആവും. പിന്നെ സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. സോഷ്യൽ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് നാച്ചുറലായിട്ടുള്ള ഷെയ്ഡ് പോവും, ഫ്യൂവൽ കുറയും, പിന്നെ അതായത് റൂറൽ കമ്മ്യൂണിറ്റീസിന്, അതായത് അവരുടെ ലൈവ്ലിഹുഡിലുള്ള ട്രീസിൻ്റെ ആവശ്യകത കുറയും. അപ്പോൾ ഇതിനകത്തുള്ള വേ ഫോർവേഡ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് സസ്റ്റൈനബിൾ അഗ്രോ ഫോറസ്ട്രി പ്രാക്ടീസസ് ദാറ്റ് ഇൻറ്റഗ്രേറ്റ് ട്രീസ് ഇൻ ടു ഫാമിംഗ് സിസ്റ്റംസ്, പ്രൊമോട്ടിംഗ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സോയിൽ കൺസർവേഷൻ. അതായത് നമുക്കറിയാം ട്രീയുടെ റൂട്ടാണ് ഈ സോയിൽ ഇറേഷൻ തടയാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. അപ്പം ട്രീസിനെ ആകെപ്പാടെ എടുത്തു കളഞ്ഞാൽ ഈ സോയിലിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള, അതായത് ഹെവി റെയിൻസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ സീപ്പിംഗ് ഉള്ള ഏരിയാസിലൊക്കെ ഈ സോയിൽ ഇറോഷനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ സ്ട്രെങ്തൻ പോളിസീസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ഫോർ ഫാമേഴ്സ് ടു റീറ്റെയിൻ ആൻഡ് പ്ലാന്റ് ട്രീസ് ഓൺ ദെയർ ലാൻഡ്സ്, റെക്കഗ്നൈസിങ് ദെയർ എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്സ്. പിന്നെ എൻഹാൻസ് മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസംസ് ടു പ്രിവെൻറ്റ് ഇല്ലീഗൽ ഫെല്ലിംഗ് ഓഫ് ട്രീസ് ഇൻ അഗ്രികൾച്ചർ ഏരിയാസ്. മൂന്നാമത്തെ വെച്ചാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കൺസർവേഷൻ എഫേർട്സ് എടുക്കണം. ഇതിനെക്കുറിച്ച് പ്രിസർവിങ് ട്രീസിനെ, ഈ ഫാം ലാൻഡ്സിൽ ട്രീസിനെ പ്രിസർവ് ചെയ്യേണ്ട നീഡിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക. പിന്നെ എൻകറേജ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓൺ ക്ലൈമറ്റ് റിസൈലൻറ്റ് ട്രീ സ്പീഷീസ്. പിന്നെ കൊളാബറേറ്റ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഫാമേഴ്സ്, പോളിസി മേക്കേഴ്സ്, റിസർച്ചേഴ്സ്, അവരുമായിട്ടുള്ള ഒരു കൊളാബറേഷനിൽ ഈ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജീസ് ഇറക്കണം. എന്തിന്, ഈ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അവരുടെ നീഡ് അനുസരിച്ചുള്ള പോളിസി മേക്കിംഗ് ആയിരിക്കണം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ സ്ട്രക്ചർ ചെയ്യണം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അതിനകത്ത് കൊടുക്കേണ്ട ഡേറ്റ പോയിൻറ്റ്സ് നമ്മൾ നോക്കി. അപ്പോൾ നെക്സ്റ്റ് ന്യൂസിൽ നമ്മൾ നോക്കുന്നത് ആഫ്റ്റർ ദ സിവിൽ വാർ ദ സ്റ്റിഫ്ലിംഗ് ഇംപസ് ഓഫ് ശ്രീലങ്കയാണ്. അപ്പോൾ ഇത് നമ്മുടെ എഡിറ്റോറിലൊരു ന്യൂസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ശ്രീലങ്കാസ് പ്രൊട്രാക്റ്റഡ് സിവിൽ വാറാണ്. അതായത് നമുക്കറിയാം LTT എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് വെരി ലോങ് വാർ, ഏകദേശം ഒരു ഡെക്കേഡിനടുത്തുള്ളൊരു വാർ ശ്രീലങ്കൻ ഗവൺമെൻറ് ഫൈറ്റ് ചെയ്തു. അപ്പം അവിടെ ആക്ച്വലി എന്താണ്, തമിഴ്സാണ് LTT ഫോക്കസ് ചെയ്തത്. അപ്പം വേലുത്തമ്പി, പ്രഭാകരൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് തമിഴ്സിനെ റെപ്രസെൻ്റ് ചെയ്ത് അവർ ഫൈറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, തമിഴ് ടൈഗേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പം ശ്രീലങ്കാസ് ലോങ് പ്രൊട്രാക്റ്റഡ് സിവിൽ വാർ വിച്ച് ലാസ്റ്റഡ് ഓവർ 2 decades ആണ് ലെഫ്റ്റ് ഡീപ് സ്കാർസ് ആൻഡ് എനോമസ് ഡിസ്ട്രക്ഷൻ അക്രോസ് ദ നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ റീജിയൻസ്. അപ്പോൾ നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ റീജിയൻസ് ആണ് ആക്ച്വലി തമിഴ് പോപ്പുലേഷൻ കൂടുതലുള്ള റീജിയൻ. ഡിസ്പൈറ്റ് ദ war ending in 2009, concerns over truth, accountability, justice remain unresolved while political choices loom large. അതായത് കുറേ വാർ ക്രൈംസ് ശ്രീലങ്കൻ മിലിറ്ററി, എസ്പെഷ്യലി ശ്രീലങ്കൻ കമാൻഡോസ് അവിടെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പബ്ലിക്കിനുള്ള ഒരു നോളജ് ഒന്നും ശരിക്കും പുറത്ത് വന്നിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. ദ എമർജൻസ് ഓഫ് ന്യൂ ജനറേഷൻ വുഡ് ഐഡിയലി ചേഞ്ച് ദ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ദീസ് വാർ ട്രോൺ ഏരിയാസ്. അപ്പോൾ അവിടെയുള്ള റീജിയൻ, അപ്പോൾ നോർത്ത് ആൻഡ് ഈസ്റ്റേൺ റീജിയനിലുള്ള തമിഴ് പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേഷൻ ആഫ്റ്റർ ദിസ് വാർ അത് കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആക്സസിബിലിറ്റി ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡെമോഗ്രാഫിക്കിനെ കുറിച്ചാണ് ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പം ആക്ച്വലി തമിഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ നേറ്റീവ് ഇന്ത്യൻ പോപ്പുലേഷൻ എസ്പെഷ്യലി തമിഴ്നാട് ഒത്തിരി അവരുടെ പൊളിറ്റിക്സിനെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവിടെ വാർ നടന്ന സമയത്ത് ദെയർ വെയർ ലോട്ട് ഓഫ് മൈഗ്രേഷൻ ഹാപ്പനിങ് ടു തമിഴ്നാട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ന്യൂസാണ്. ശ്രീലങ്ക എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നെയ്ബറാണ്. നമ്മൾ അവർക്കൊരു ബിഗ് ബ്രദറിനെ പോലെയാണ്. അവരുടെ എക്കണോമിക് ക്രൈസിസ് നടന്ന സമയത്ത് നമ്മൾ 1.2 ബില്യണോളം അവർക്ക് നമ്മൾ ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു ഡെമോഗ്രാഫിക് ആഫ്റ്റർ ദിസ് സിവിൽ വാർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കീ ഇഷ്യൂസ് എന്താണ്? ഡീറെയിൽഡ് റീകൺസ്ട്രക്ഷൻ ആണ്. അതായത് നമുക്കറിയാം എക്കണോമിക് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ് പ്രോഗ്രസ് ചെയ്തേക്കുന്നത്. അതായത് നമുക്കറിയാം അവിടെ ഒരു എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടായി. അതായത് കോവിഡിൻ്റെ സമയത്ത് ഈ ഒരു ഐലൻഡ് നേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടൂറിസമാണ്.
ഓക്കെ, അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ടൂറിസം പ്രോപ്പറായിട്ട് നടക്കാതിരുന്നപ്പോഴേക്കും അവിടെ ഒരു എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കുറേ ഒരു ലോങ് ടേം പോളിസി മേക്കിങ്ങിലും കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അവർ ഒരു സുപ്രഭാതത്തിൽ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഫെർട്ടിലൈസേഴ്സ് ഫുള്ളി ഓർഗാനിക്കിലോട്ടാക്കി. അപ്പം ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഈ പ്രൈസ് കൂടുകയും അതിൽ സപ്ലൈ കുറയുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അവിടെയും പ്രശ്നങ്ങളുണ്ടായി. ഓക്കെ, അപ്പോൾ ഒന്നാമത് എക്കണോമിക്കലി ദേ ആർ വീക്ക്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള പോളിസീസൊക്കെ വന്നപ്പോഴേക്കും ആ നേഷനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്തു. അതിൻ്റെ കൂടെയാണ് ഈ ഈസ്റ്റർ ബോംബിങ്സും കൂടി നടക്കുന്നത്. അപ്പം ഒന്നാമത് ടൂറിസം വാസ് ഡൾ, ഒരു ബോംബിങ് കൂടി നടന്നപ്പോഴേക്കും ഓൾറെഡി ഡള്ളായിരുന്നത് പിന്നെ തകർന്ന് തരിപ്പണമായി. ഓക്കെ, അപ്പോൾ ഓൺഗോയിങ് എക്കണോമിക് ക്രൈസിസ് സെറ്റിംഗ് ബാക്ക് ഡെവലപ്മെൻറ്റ് ഫർദർ. അപ്പോൾ റൂറൽ കമ്മ്യൂണിറ്റീസ് വിച്ച് വെയർ ബിഗിനിങ് ടു റിക്കവർ ഹാവ് ബീൻ പുഷ് ബാക്ക് ഇൻ ടു ഡിസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലാക്ക് ഓഫ് ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ പിന്നെ പോളറൈസ്ഡ് പൊളിറ്റിക്സ് ആൻഡ് ലാക്ക് ഓഫ് റീകൺസിലേഷൻ. അതായത് രജപക്ഷയുടെ റെജിമാണ് ഈ ഒരു വാർ നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ ആ ഒരു വാർ ബേസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്സ്, അപ്പം അതായത് സിൻഹാല അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് നാഷണലിസമാണ്. നമുക്കറിയാം അവിടെ ബുദ്ധിസമാണ് പ്രീഡോമിനൻറ്റ് റിലീജിയൻ. അതുപോലെ തന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സിൻഹലീസ് ആണ്. അതായത് സിൻഹല ഭാഷ സംസാരിക്കുന്ന സിൻഹലീസ് ആണ് അവിടെ ഒരു മേജർ കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് തമിഴ്സാണ്. ഓക്കെ, അപ്പോൾ സിൻഹല ബുദ്ധിസ്റ്റ് നാഷണലിസം അവിടെ ഒരു പ്രീഡോമിനൻ്റ് ആയിട്ട് വന്നു. തമിഴ് നാഷണലിസ്റ്റ് പൊളിറ്റിക്സിനെ ഒരു അവർ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ലിറ്റിൽ എഫേർട്സ് വെയർ മെയ്ഡ് ടു ബിൽഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ബ്രിഡ്ജസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് ടുവേർഡ്സ് പൊളിറ്റിക്കൽ റീകൺസിലേഷൻ. അതായത് തമിഴ്സും സിൻഹലീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള എഫേർട്സ് വളരെ കുറവാണെന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. അപ്പോൾ അബാൻഡ്മെൻറ്റ് ഓഫ് മൈനോറിറ്റീസ്, അതായത് ഈ തമിഴ് അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റീസിൻ്റെ ലാൻഡ് സ്റ്റേറ്റ് ടേക്ക് ഓവർ ചെയ്തു. അതുപോലെ തന്നെ ഈ വാറിൽ നടന്നവരുടെ റിലീഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. നോർത്തേൺ മുസ്ലിംസ് വെയർ എഫക്റ്റഡ് ബൈ LTT in 1990 and have not been reintegrated into Jaffna. The hill country Tamils of Indian origin remain marginalized, landless and faced caste oppression. അപ്പോൾ ഫെയിലിയർ ഇൻ തമിഴ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. അപ്പം നമുക്കറിയാം തമിഴ് പൊളിറ്റിക്സും അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, എസ്പെഷ്യലി ജാഫ്ന പോലത്തെയുള്ള നോർത്ത് ആൻഡ് ഈസ്റ്റേൺ റീജിയൻസിൽ. അപ്പോൾ തമിഴ് നാഷണലിസ്റ്റ് ലീഡർഷിപ്പ് ഹാവ് ഫെയിൽഡ് ടു പ്രൊവൈഡ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് വിഷൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആസ് സീൻ ഇൻ ദ ഫെയിലിയർ ഓഫ് നോർത്തേൺ പ്രൊവിൻഷ്യൽ കൗൺസിൽ. അപ്പോൾ തമിഴ് പൊളിറ്റിക്സ് റിമെയിൻ ഹോൾഡൻ ടു ക്ലാസ് ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ് വിത്ത് വൺ ഫുട്ട് ഇൻ തമിഴ് ഡയസ്പോറ ആൻഡ് നെഗ്ലക്റ്റിംഗ് ലോക്കൽ ലൈവ്ലിഹുഡ്. അപ്പോൾ അതായത് തമിഴ് ലൈവ്ലിഹുഡ് ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ നോർത്ത് ആൻഡ് ഈസ്റ്റേൺ റീജിയനിലുള്ള പൊളിറ്റിക്സ് എങ്കിലും ആ ലോക്കലായിട്ടുള്ള തമിഴ് പോപ്പുലേഷൻ്റെ നീഡിനെ അവർ മീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിലുള്ള വേ ഫോർവേഡ് എന്താണ്? റിജക്ട് ബാങ്ക്രപ്റ്റ് തമിഴ് നാഷണലിസം ആൻഡ് ഫോർജ് എ ന്യൂ വിഷൻ ഫോർ ദ തമിഴ് പീപ്പിൾ ആൻഡ് ദ എൻറ്റയർ കൺട്രി. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്ത്, അതായത് റീകൺസിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്സാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. ഡ്രോ ഇൻസ്പിറേഷൻ ഫ്രം 2022 ആരോഗാലിയ പ്രൊട്ടസ്റ്റ് വെയർ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് കെയിം ടുഗദർ ഫോർ ദ ചേഞ്ച്. അപ്പോൾ അവിടെ ഒരു എക്കണോമിക് ക്രൈസിസ് നടന്ന സമയത്തുള്ള പ്രൊട്ടസ്റ്റിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, കോൺഫ്രണ്ട് ദ എക്കണോമിക് ക്രൈസിസ് ത്രൂ സ്ട്രഗിൾസ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് justice transcending ethnic divisions. Depart from isolationist and suicidal politics which have been rendered the Tamil people historically irrelevant. Join forces with all peoples to determine the democratic future of the country based on equality and freedom. ഓക്കെ, അതാണ് അതിനകത്ത് പറയാൻ പറ്റുന്ന വേ ഫോർവേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള GS3 എക്കണോമി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. മാനുഫാക്ചറിങ് ഇൻ ഇന്ത്യ നീഡ്സ് മോർ സഫിസ്റ്റിക്കേഷൻ. ഓക്കെ, അത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞാണ്. ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഹാസ് എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റാമ്പിംഗ് അപ്പ് ഇന്ത്യാസ് മാനുഫാക്ചറിങ് സെക്ടർ ആൻഡ് ഇൻക്രീസിങ് ഇറ്റ്സ് ഷെയർ ഇൻ ദ ഗ്ലോബൽ വാല്യൂ ചെയിൻ. അപ്പോൾ ഷീ ഡിസ്മിസ്ഡ് അഡ്വൈസ് ഫ്രം സം എക്കണോമിസ്റ്റ് സജസ്റ്റിംഗ് ഇന്ത്യ ഷുഡ് നോ ലോങ്ങർ ഫോക്കസ് ഓൺ ബൂസ്റ്റിംഗ് മാനുഫാക്ചറിങ്. അപ്പം ആക്ച്വലി ഞാൻ നേരത്തെ ഇത് തുടക്കത്തെ പറഞ്ഞായിരുന്നു, മാനുഫാക്ചറിങ് നമുക്ക് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല. ഓക്കെ, എസ്പെഷ്യലി വലിയ കമ്പനീസ്, ഇപ്പം ചൈനയിൽ നിന്ന് കോവിഡ് കാരണം മാറിയ കമ്പനീസ് പോലും ദേ ചോസ് തായ്വാൻ അല്ലെങ്കിൽ വിയറ്റ്നാം അല്ല ഇന്തോനേഷ്യ അങ്ങനെയുള്ള റീജിയൻസിലോട്ടാണ് അവർ കൂടുതലും
ഫോക്കസ് ചെയ്തത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം ഉണ്ടായിട്ടും അവിടെ ഒരു എക്കോസിസ്റ്റം, മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രാൻസിഷൻ നടക്കേണ്ടി വന്നത്. അപ്പോൾ ഗവൺമെൻറ് എയിംസ് ടു പ്രൊവൈഡ് പോളിസി സപ്പോർട്ട് ടു ഹെൽപ്പ് ഇന്ത്യൻ മാനുഫാക്ചറിങ് ടു ഡെവലപ്പ് ഗ്രേറ്റർ സഫിസ്റ്റിക്കേഷൻ ഇൻ ദെയർ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പം ഇതിൻ്റെ റാഷണൽ എന്താണ്? സെൽഫ് റിലയൻസ് ആൻഡ് റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ആണ്. ബൂസ്റ്റിംഗ് മാനുഫാക്ചറിങ് വിൽ എൻഹാൻസ് ഇന്ത്യ സെൽഫ് റിലയൻസ് ആൻഡ് റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ അതർ കൺട്രീസ്, പർട്ടിക്കുലർലി ചൈന. ഓക്കെ, എ റീസെൻറ്റ് Capgemini റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്തത് 65% of senior executives surveyed in the US and Europe plan to increase manufacturing investment in India to reduce their reliance on China. അപ്പോൾ ചൈന എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു പോളറൈസ്ഡ് വേൾഡ് ആകുന്നുണ്ട്. അപ്പം US-ൻ്റെ ഡോമിനൻസിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി എന്താണ് ചൈന എമർജ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരൊരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡിൻ്റെ സിനാരിയോ വന്നപ്പോഴേക്കും കുറേ പേര് ചൈനയിൽ നിന്ന് മാറി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലോട്ട് വരാനായിട്ട് അവരാഗ്രഹം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയിൽ കുറേ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസൊക്കെ വരുന്നുണ്ട്, ഹബ്ബുകൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പോളിസി ഇപ്പോഴും ഭയങ്കരമായിട്ട് വെൽക്കമിങ് അല്ല എന്നുള്ളൊരു ന്യൂസും ഉണ്ട്. ഓക്കെ, അപ്പം ടാപ്പിംഗ് ഇൻ ടു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. ആസ് പെർ S&P ഗ്ലോബൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് അസസ്മെൻറ്റ്, ഇത് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു $1 trillion ഓപ്പർച്യൂണിറ്റീസ് ആണ് ഏകദേശം 2031 കൂടി നമുക്ക് തരാനായിട്ട് പോകുന്നത്. സെക്ടേഴ്സ് ലൈക്ക് ഫുഡ്, ഫൈനാൻഷ്യൽ സർവീസസ് ആൻഡ് അതർ സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഒരു 1.39 trillion വാല്യുവേഷനിലോട്ടുള്ള ഗ്രോത്ത് പ്രോസ്പെക്റ്റുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂസസൊക്കെ ബേസ് ചെയ്തിട്ട് ആൻസർ എഴുതുമ്പോഴേക്ക് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഏകദേശം 6 lakh crore ഒരു ഡേറ്റ പോയിൻ്റ് ആണ്. lakh crore ആണ് നമുക്ക് ഒരു ഇയറിൽ ഫുഡ് പ്രോസസ്സിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വരുന്ന ലോസ്. ഓക്കെ, അതൊരു ഡേറ്റ പോയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഫുഡ് പ്രോസസ്സിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു സെക്ടർ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് ഇതിനകത്തൊരു ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ലിവറേജിങ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അപ്പോൾ ഇന്ത്യ ഈസ് റാമ്പിംഗ് അപ്പ് സ്കില്ലിംഗ് ഇൻസെൻറ്റീവ്സ് ടു ക്യാപിറ്റലൈസ് ഓൺ ഇറ്റ്സ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് which is expected to persist for the next 30 years. അപ്പോൾ നെക്സ്റ്റ് 30 yearsലാണ് നമുക്കറിയാം നമ്മൾ ആക്ച്വലി ഒരു യങ് കൺട്രിയാണ്, അതായത് യങ് പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു നേഷനാണ്. അപ്പോൾ നെക്സ്റ്റ് 30 yearsലേക്ക് ഈ യങ് പോപ്പുലേഷനെ പ്രോപ്പറായിട്ട് സ്കില്ല് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഈ മാനുഫാക്ചറിങ് സെക്ടറിലോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത്. ഹിസ്റ്റോറിക്കലി ലോവസ്റ്റ് ഡിപ്പെൻഡൻസി റേഷ്യോ പ്രസൻസ് ആൻഡ് ആഡഡ് അഡ്വാൻറ്റേജ് ഫർദർ ബൂസ്റ്റിംഗ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് കൺസംഷൻ. അപ്പം കണ്ടക്റ്റീവ് എൻവയോൺമെൻറ്റ് എന്തൊക്കെയാണ്? ഈ ഒരു എൻവയോൺമെൻറ്റ്, അതായത് ഈ ഒരു മാനുഫാക്ചറിങ് നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഒന്നെന്ന് പറയുന്നത് പോളിസി സ്റ്റെബിലിറ്റി ആൻഡ് ഫെസിലിറ്റേഷൻ ആണ്. ഓക്കെ, ദ ഗവൺമെൻറ് എയിംസ് ടു പ്രൊവൈഡ് എ സ്റ്റേബിൾ പോളിസി എൻവയോൺമെൻറ്റ് ഫ്രീ ഫ്രം കറപ്ഷൻ ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ടു സപ്പോർട്ട് ദ മാനുഫാക്ചറിങ് സെക്ടർ. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ടർ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തൊരു വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വാലിഡേറ്റ് അല്ല, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ചിപ്പ് മാനുഫാക്ചറിങ് കുറേ വർഷമല്ല ഫോർ എ ഡെക്കേഡ് ആക്ച്വലി നമ്മൾ ചിപ്പ് മാനുഫാക്ചറിങ് നമ്മൾ കൊണ്ടുവരാനായിട്ട് നോക്കിയതാണ് ഇന്ത്യയിൽ. പക്ഷേ അത് ഓരോ സമയത്തും അത് മാറിപ്പോയി. പിന്നെ ഇപ്പോഴാണ് ഗവൺമെൻറ് പിന്നെയും ചിപ്പ് മാനുഫാക്ചറിങ് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി സോഹോ എന്ന് പറയുന്ന IT കമ്പനി ചിപ്പ് മാനുഫാക്ചറിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിപ്പ് മാനുഫാക്ചറിങ് ഒക്കെ നമുക്ക് ഇതിനകത്ത് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് വർക്കിംഗ് ഓൺ ഫെസിലിറ്റേറ്റിംഗ് ലെജിസ്ലേറ്റീവ് ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക് ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രി ഫീഡ്ബാക്ക് ആൻഡ് സ്ട്രീം ലൈനിങ് കംപ്ലയൻസ് റെജീംസ്. ഇപ്പോൾ അത് ഒരു പോളിസി വൈസ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ പാർട്ണർഷിപ്പാണ്. ഗവൺമെൻറ് വ്യൂസ് ദ പ്രൈവറ്റ് സെക്ടർ ആസ് എ പാർട്ട്ണർ ഇൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ആക്ട്സ് ആസ് എ ഫെസിലിറ്റേറ്റർ ഫോർ ഗ്രോത്ത്. അപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് പാർട്ണർഷിപ്പ് നല്ലപോലെ, എസ്പെഷ്യലി പ്രൈവറ്റൈസേഷൻ ഒക്കെ നല്ലപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സർവീസ് സെക്ടറിലാണ് അവർ കൂടുതലും കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി മാനുഫാക്ചറിങ് കൊണ്ട് വരുമ്പോഴും പ്രൈവറ്റ് സെക്ടർ നല്ല രീതിയിൽ ഒരു പാർട്ട്ണറായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. കാരണം ഗവൺമെൻറ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമായിരിക്കും, പക്ഷേ അതിലൊരു ക്വാളിറ്റി കൊണ്ടുവരണമെങ്കിൽ, അതിലൊരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരണമെങ്കിൽ ആക്ച്വലി എന്താണ് ഈ പ്രൈവറ്റ് കമ്പനീസിനെ പറ്റത്തുള്ളൂ. കാരണം അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അവർ റിട്ടേൺസ് നോക്കിയാണ് അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ രീതിയിലായിരിക്കും ചിലപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൽ അവർ പോകും. ഓക്കെ, പക്ഷേ പ്രൈവറ്റ് കമ്പനീസ് വരുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി വെരി ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കണ്ടിന്യൂസ് എൻഗേജ്മെൻറ്റ് വിത്ത് ഇൻഡസ്ട്രി ബോഡീസ് ലൈക്ക് CCI ഈസ് Chamber of Indian Industries is planned to address concerns and incorporate suggestions in budgetary provisions. Okay.
ഇതിൻ്റെ വേ ഫോർവേഡ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ടാർഗറ്റഡ് പോളിസീസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹൈ വാല്യൂ മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ്, എൻഹാൻസ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് അലൈൻ എഡ്യൂക്കേഷണൽ കരിക്കുല വിത്ത് ഇൻഡസ്ട്രി റിക്വയർമെൻറ്റ്സ്. അതായത് നമുക്കറിയാം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സിനെയാണോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ, ലോജിസ്റ്റിക്സ് ആൻഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ടു സപ്പോർട്ട് മാനുഫാക്ചറിങ് കോമ്പറ്റീറ്റീവ്സ്. ആക്ച്വലി നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നല്ലപോലെ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റാങ്കിങ് ഒക്കെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. അപ്പോൾ ഇങ്ങനെ ഉള്ള വേ ഫോർവേഡ് എഴുതുമ്പോൾ നമുക്കത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോസ്റ്റർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ടു ഡെവലപ്പ് കട്ടിംഗ് എഡ്ജ് പ്രോഡക്ട്സ് ആൻഡ് ടെക്നോളജീസ്, പ്രൊമോട്ട് ഗ്രേറ്റർ ഇൻറ്റഗ്രേഷൻ വിത്ത് ഗ്ലോബൽ വാല്യൂ ചെയിൻസ് ആൻഡ് എക്സ്പ്ലോർ ന്യൂ എക്സ്പോർട്ട് മാർക്കറ്റ്സ്, എൻകറേജ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആൻഡ് കൊളാബറേഷൻസ് ടു ഡ്രൈവ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇതൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവ് മാത്രം എടുത്താൽ മതി. ഇതൊരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഇബേറിയൻ ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു ക്യാറ്റ് സ്പീഷീസിൽ പെട്ട ഒരു ആനിമലിനെ പോപ്പുലേഷൻ ഡബിളായി 3 വർഷത്തിനുള്ളിൽ എന്നാണ് പറയുന്നത്. ഇത് യൂറോപ്യൻ ഏരിയാസിൽ കാണപ്പെടുന്ന ഒരു ആനിമലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഇതിൻ്റെ ഐബേറിയൻ ഇഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്യാറ്റ് സ്പീഷീസിൽ പെട്ടുള്ള ആനിമലാണ്. IUCN റെഡ് ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. എൻഡേഞ്ചേർഡ് സ്പീഷീസിലായിരുന്നു. ക്രിട്ടിക്കലി ലോ ആയിരുന്നു അവരുടെ നമ്പർ. അപ്പം അത് ആക്ച്വലി 94 ഇൻഡിവിജ്വൽസിൽ നിന്ന് ഇപ്പം 700 ഇൻഡിവിജ്വൽസിലോട്ട് ആയിട്ടുണ്ട് എന്നാണ് ഉള്ളത്. ഇത് ജസ്റ്റ് ന്യൂസിൽ വന്നുകൊണ്ട് നമ്മളെടുത്താണ്. ഇത് ചിലപ്പോൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ പറ്റുന്നൊരു ന്യൂസാണ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഇമേജ്. ഇതാണ് ഇബേറിയൻ ലിങ്ക്സ് എന്ന് പറയുന്ന ഈ ക്യാറ്റ് സ്പീഷീസിൽ പെട്ട ഈ ആനിമലിൻ്റെ ഇമേജ്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞാൽ മതി ഇതൊരു ക്യാറ്റ് സ്പീഷീസിൽ പെട്ട ആനിമലാണ് എന്ന് ഞാൻ വെച്ചാൽ. കാരണം UPSC കൂടുതൽ ഈ സ്പീഷീസ് ചോദിക്കുമ്പോഴേക്കും ഈ ഒരു ആനിമലിൻ്റെ പേര് തന്നിട്ട് ഇത് ഏത് സ്പീഷീസിലാണെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ക്യാറ്റ് സ്പീഷീസാണ്. സദേൺ യൂറോപ്പ് അല്ലെ യൂറോപ്യൻ റീജിയനിൽ കാണപ്പെടുന്ന ഒരു ആനിമലാണ് എന്നും കൂടി ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം അത് ഫിലിൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ക്യാറ്റിൻ്റെ സ്പീഷീസ് എന്ന് പറയുന്നത് ഫിലിൻ എന്നാണ്. ഫിലിൻ കാറ്റഗറിയാണ്, മജസ്റ്റിക് ഫിലിനാണ്. അതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു ടേംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പം എലിമിനേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ന്യൂസിൽ അത് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ന്യൂസ് കൂടുതലും മെയിൻസ് പെർസ്പെക്റ്റീവിലായിരുന്നു. നമുക്കറിയാം പ്രിലിംസ് ഒക്കെ എടുക്കാറായി. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിലായിരുന്നു വന്നിരുന്നെങ്കിലും നിങ്ങൾക്ക് പ്രിലിംസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് ഡേറ്റാ പോയിൻറ്റ്സ് ഒക്കെ ഇപ്പോൾ എടുത്തു വെക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ DNA അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.